നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധം തുടങ്ങുമ്പോൾ ഡൊണാൾഡ് ട്രംപ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് രണ്ടാഴ്ച കൊണ്ട് യുദ്ധങ്ങളെല്ലാം അവസാനിക്കും എന്നുള്ള രീതിയിലായിരുന്നു. ഇതിന് ട്രംപിനെ പ്രേരിപ്പിച്ചത് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൊടുത്ത വാഗ്ദാനങ്ങളായിരുന്നു. അദ്ദേഹം ട്രംപിനോട് പറഞ്ഞത് രണ്ടാഴ്ച, ഒരു ആഴ്ച മുതൽ അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ മാക്സിമം 2 ആഴ്ച, അതിനുള്ളിൽ യുദ്ധം പൂർണ്ണമായി അവസാനിക്കുമെന്നുള്ളതും ഇറാൻ കീഴടങ്ങും എന്നുള്ള രീതിയിലായിരുന്നു ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കൊടുത്തിരുന്ന ഏറ്റവും വലിയ വാക്ക്. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞ് ഇന്ന് ഏകദേശം 6 മാസത്തിന് മുകളിലാകുമ്പം അമേരിക്കയ്ക്ക് ഇത് കയ്യിലൊതുങ്ങാവുന്ന രീതിയിലല്ല, അതിനപ്പുറത്തോട്ട് പോകുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ അമേരിക്കക്കകത്തും പുറത്തും പല രാജ്യങ്ങളും സഖ്യരാജ്യങ്ങളടക്കം വലിയ തരത്തിലുള്ള പ്രക്ഷോഭം ഉന്നയിക്കുന്നു, വലിയ തരത്തിലുള്ള കാര്യങ്ങളോട്ട് പോകുന്നു. എന്തിനേറെ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ജീവിതം വരെ വലിയ തരത്തിലുള്ള പ്രതിസന്ധി ആകുന്നു. അദ്ദേഹത്തിനെതിരെ പലതരത്തിലുള്ള അറ്റാക്കുകൾക്ക് ഇറാൻ ശ്രമിക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നു. ഏറ്റവും അവസാനമായി അദ്ദേഹം നാറ്റോയിൽ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പോയപ്പം അദ്ദേഹത്തെ ഈ പറഞ്ഞ പോലെ മറ്റ് ചരക്ക് വിമാനങ്ങളുടെയും അതിനുശേഷം പല വിമാനങ്ങളും മാറ്റിക്കയറ്റിയിട്ടാണ് അദ്ദേഹം ബ്രിട്ടനിലോട്ട് എത്തിയത്. അപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ജീവനടക്കം വലിയ തരത്തിലുള്ള കാര്യങ്ങളോട്ട് പോകുന്നു. ഇപ്പോൾ തുടക്കം കുറിച്ച പോലെ ആയിരുന്നില്ല അവസാനം എങ്ങനെ എത്തും എന്നുള്ളത് അമേരിക്കൻ പ്രസിഡന്റിന് പോലും ചിന്തിക്കാൻ പറ്റാവുന്നതിനും അപ്പുറത്ത് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. ഏറ്റവും പുതുതായി വരുന്ന റിപ്പോർട്ട്, വാഷിങ്ടൺ പോസ്റ്റിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇറാനുമായുള്ള യുദ്ധത്തിൽ അമേരിക്കക്ക് കുറഞ്ഞത് ഏകദേശം 45 MQ-9 റീപ്പർ ഡ്രോണുകൾ, റീപ്പർ സർവൈലൻസ് ആൻഡ് സ്ട്രൈക്ക് ഡ്രോണുകൾ നഷ്ടമായി എന്നുള്ള തരത്തിലുള്ള വാർത്തകളെല്ലാം വരുന്നുണ്ട്. ഇത് അമേരിക്കക്ക് വലിയ തരത്തിലുള്ള തിരിച്ചടിയായി. മാത്രമല്ല ഇതിൻ്റെ ഒരു വ്യാപ്തി എന്നറിയപ്പെടുക നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അമേരിക്കൻ സൈന്യത്തിൻ്റെ പക്കലുള്ള ആകെ MQ-9 ഡ്രോണിൻ്റെ ശേഖരത്തിൻ്റെ 4/1, അതായത് ഏകദേശം 25% വരും ഈ വലിയ നഷ്ടം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സത്യാവസ്ഥ. മാത്രമല്ല സാമ്പത്തികമായിട്ട് ഇത് വലിയ തരത്തിലുള്ള തിരിച്ചടി അമേരിക്കക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, ട്രംപിന് ഉണ്ടാക്കിയിട്ടുണ്ട്. ട്രംപ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ മാഗ ക്യാമ്പയിനുമായി മുമ്പോട്ട് പോയപ്പോൾ അദ്ദേഹം ലോകത്തോടും അമേരിക്കൻ ജനതയോടും മുമ്പോട്ട് വെച്ച ഒറ്റ കാര്യം, ഇനി ലോകത്ത് താൻ അമേരിക്കൻ പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ, താൻ ലോകശക്തിയുടെ നേതാവായിരിക്കുമ്പോൾ ഒരു യുദ്ധവും നടക്കില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ കാര്യങ്ങൾ ജോ ബൈഡൻ്റെ കാര്യത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് നിന്നും വളരെ മോശമായ രീതിയിലോട്ട് കാര്യങ്ങൾ പോകുന്നു. അമേരിക്കയിലെ മൊത്തം ജനതയും അദ്ദേഹത്തിനെതിരെ തിരിയുന്നു. അടുത്ത് വരാൻ പോകുന്ന സെപ്റ്റംബറിൽ നടക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അമേരിക്കയിലെ ട്രംപിൻ്റെ മുന്നണിക്ക് വലിയ തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള സർവേ റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ ട്രംപ് തുടങ്ങുകയും ചെയ്തു. ഇനി ഇത് എവിടെ അവസാനിക്കും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. മാത്രമല്ല ഇപ്പോൾ ഇത്തരത്തിൽ യുദ്ധത്തിലോട്ട് പോയെന്ന് മാത്രമല്ല, താൻ സാമ്പത്തികമായി അമേരിക്കയെ ഉന്നമനത്തിൽ എത്തിക്കും എന്നുള്ളതായിരുന്നു അദ്ദേഹം ജനങ്ങൾക്ക് കൊടുത്ത മറ്റൊരു വാഗ്ദാനം. ഇപ്പോൾ സാമ്പത്തികമായി അമേരിക്കയ്ക്ക് വലിയ നഷ്ടമുണ്ടായി എന്നുള്ളതാണ്. ഈ ഡ്രോണുകൾ വഴി നഷ്ടപ്പെട്ടത് തന്നെ അമേരിക്ക ഏകദേശം $1.3 ബില്യൺ സാമ്പത്തിക ബാധ്യത ഉണ്ടായി എന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. ഇപ്പം ഈ $1.3 ബില്യൺ എന്ന് പറയുമ്പം അത് ഇന്ത്യൻ രൂപയിൽ കണക്കാക്കുകയാണെങ്കിൽ ഏകദേശം 13,000 കോടി രൂപത്തോളം നഷ്ടം വന്നു ഡ്രോണിൻ്റെ കാര്യത്തിൽ മാത്രം. മാത്രമല്ല 5 മുതൽ 6 കോടി വരെയാണ് ഇവയുടെ ഒരു ഡ്രോണിൻ്റെ വില വരുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള ഒരു സാമ്പത്തിക നഷ്ടം ഉണ്ടാകുക. കാരണം ഇറാൻ ഉപയോഗിക്കുന്ന ആളില്ലാ ഡ്രോണുകൾ എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ ഏകദേശം 25,000 താഴെ മാത്രം വരുന്ന ഒന്നാണ്. പക്ഷെ അമേരിക്ക ഉപയോഗിക്കുന്നത് 5 മുതൽ 6 കോടി വരെ വില വിൽക്കുന്ന ഇത്തരത്തിലുള്ള ഡ്രോണുകളാണ്. ഇപ്പോൾ ഈ തകർച്ചയുടെ കാരണങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡ്രോണുകളിൽ ഭൂരിഭാഗവും ഹോർമൂസ് കടലിടുക്ക്, അതായത് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിന് മുകളിൽ വെച്ച് വെടിയേറ്റ് തകർന്നു വീഴുന്നതാണ് നമ്മളെല്ലാം കണ്ടത്. ഇതിൽ മറ്റു ചില ഡ്രോണുകൾ നിയന്ത്രിക്കാൻ കഴിയാത്തതും അതുപോലെ ആശയവിനിമയം പ്രക്രിയകൾ കൃത്യമായി കൈകാര്യം ചെയ്യാത്തതിൻ്റെ ഭാഗമായിട്ട് പലയിടത്ത് തകർന്നു വീണിട്ടുണ്ട്. ഇറാൻ പല ഡ്രോണുകളും തകർത്ത് എറിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സത്യാവസ്ഥ. ഏറ്റവും പുതുതായി പിന്മാറ്റത്തിന് തയ്യാറാകുന്നു എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വരുന്നു. യുദ്ധത്തിൽ നിന്നും പിന്മാറാൻ അമേരിക്കയെ പ്രേരിപ്പിച്ചത് പ്രധാന ഘടകങ്ങളിലൊന്ന് എന്നറിയപ്പെടുന്നത് ആയുധരംഗത്തുണ്ടായ ഈ വൻ നഷ്ടമാണ്. വൻ നഷ്ടം, ഒന്നാമത്തെ കാര്യം ആയുധരംഗത്തുണ്ടായ വൻ നഷ്ടം കുറവ്, രണ്ടാമത്തെ കാര്യം ഇത്തരത്തിലുള്ള സാമ്പത്തികമായ ബുദ്ധിമുട്ട്, മൂന്നാമത്തെ കാര്യം അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ പാർട്ടിക്ക് വരെ രാഷ്ട്രീയപരമായിട്ടുള്ള വലിയ തരത്തിലുള്ള തിരിച്ചടി അമേരിക്കയിൽ ഉണ്ടാകുന്നു. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കും വലിയ തരത്തിലുള്ള ആശങ്കകളുണ്ട്. കാരണം നമുക്കറിയാം, നമ്മൾ ഒട്ടുമിക്ക ഡിഫൻസുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ആശ്രയിക്കാറുള്ളത് അല്ലെങ്കിൽ വാങ്ങാറുള്ളത് നമ്മൾ സുക്കോയി അടക്കമുള്ള S-400 അടക്കമുള്ള പല കാര്യങ്ങളും റഷ്യയുടെ കയ്യിൽ നിന്നാണ് വാങ്ങിക്കാറുള്ളത്. പക്ഷേ ഇത്തരത്തിലുള്ള വിമാനത്തിൻ്റെ ജെറ്റ് എഞ്ചിൻ പോലത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ വാങ്ങിക്കാറുള്ളത് അമേരിക്കയുടെ കയ്യിൽ നിന്നുമാണ്. അപ്പം ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ഡിഫൻസുമായി ബന്ധപ്പെട്ട അമേരിക്കയിലോട്ടും ഇന്ത്യ കരങ്ങൾ ഉയർത്തുന്നൊരു കാര്യങ്ങളോട് ആലോചിച്ചായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ വലിയ ആശങ്ക എന്നറിയപ്പെടുന്നത് ഈ വലിയ നിരീക്ഷണ ശേഷിയുണ്ടെന്ന് കരുതപ്പെടുന്ന
ഇത്തരം അമേരിക്കയുടെ ഡ്രോണുകൾ ഇന്ത്യയും വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 2029 31 MQ റീപ്പർ ഡ്രോണുകൾ വാങ്ങാൻ ഇന്ത്യ പദ്ധതി ഇട്ടിരുന്നു എന്നുള്ള വാർത്തകളെല്ലാം വന്നിരുന്നു. പക്ഷേ എന്നാൽ ഈ പറഞ്ഞ പോലെ 45 മുതൽ ഏകദേശം 50ഓളം ഡ്രോണുകൾ ഇവിടെ പല സ്ഥലത്തും തകർന്ന് ഒറ്റയടിക്ക് വീണതോടുകൂടി ഇതിൻ്റെയൊക്കെ ഒരു സത്യാവസ്ഥ, പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇതിൻ്റെ ഒരു പല പ്രക്രിയയെക്കുറിച്ചും ഇന്ത്യക്ക് വലിയ തരത്തിലുള്ള സംശയം ഉണ്ടായി എന്നുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള റീപ്പർ ഡ്രോണുകൾ അമേരിക്കയുടെ കയ്യിൽ നിന്നും വാങ്ങുന്നതിൽ ഇന്ത്യ പിന്മാറുമോ എന്നുള്ള തരത്തിലും ചർച്ച വരുന്നുണ്ട്. അമേരിക്കൻ ആയുധങ്ങളുടെ കാര്യക്ഷമത അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു ചർച്ചാ വിഷയമായിക്കൊണ്ട്. കാരണം വലിയ സൈനിക ശക്തിയായ അമേരിക്കയുടെ ആയുധങ്ങളുടെ കാര്യക്ഷമത വളരെ കുറവാണ് എന്നതാണ് ഇതിലൂടെ എല്ലാം വ്യക്തമാകുന്ന ഒരു കാര്യം. കാരണം ഇറാനെ പോലുള്ള പ്രത്യേകിച്ച് വലിയ കഴിവില്ലാത്തൊരു രാജ്യം അമേരിക്കയുടെ എല്ലാവിധ അത്യാധുനിക യുദ്ധ സാധനങ്ങളും വെടിവെച്ചിടുന്നു അല്ലെങ്കിൽ താഴെയിടുന്നു. ഇത് അമേരിക്കക്ക് ഉണ്ടാകുന്ന തിരിച്ചടി ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഉണ്ടാകുന്ന ഒരു ഇമേജിൻ്റെ കോട്ടം എന്നറിയപ്പെടുന്ന വലിയ ഒന്ന് തന്നെയാണ്. ഇതിനിടയിലാണ് ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഈ വരുന്ന സെപ്റ്റംബർ 12, 13 തീയതികളിൽ ഇന്ത്യയിലെത്തുമെന്ന് വലിയ തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അതുപോലെ തന്നെ ഇറാൻ നല്ല ബന്ധം പുലർത്തുന്ന ഒന്നാണ്. ഇറാനിലെ ചബാഹർ പോർട്ടിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ബന്ധമുണ്ട്. അവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നിക്ഷേപത്തിൻ്റെ വ്യാപാരത്തിൻ്റെ ഒരു പ്രതിധ്വനി കൂടിയാണ് ഇത്തരത്തിലുള്ള ചബാഹർ പോർട്ട് എന്നറിയപ്പെടുന്നത്. അപ്പം ഇറാനിൽ നമുക്ക് കൃത്യമായുള്ള ഇന്ത്യക്ക് ഒരു കൃത്യമായ വീക്ഷണമുണ്ട്. അതുകൊണ്ട് തന്നെ യുദ്ധം ഒരുപാട് കാലം നീണ്ടു പോകണ്ട അല്ലെങ്കിൽ നീണ്ടു നിൽക്കാൻ ആവശ്യമുള്ള പല രാജ്യങ്ങളുണ്ട്. പക്ഷേ അതിൽ നിന്നും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത ഒരു പോർട്ട് കൂടിയാണ് ചബാഹർ പോർട്ട്. അപ്പോൾ ഇത്തരത്തിൽ യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ അത് ഇന്ത്യയെ കൂടി ബാധിക്കുന്ന ഒന്നായി മാറും. മാത്രമല്ല അമേരിക്കൻ ഡോളർ ഒഴിവാക്കി ഒരു പ്രാദേശിക കറൻസി ഉപയോഗിച്ചുള്ള ഒരു സാമ്പത്തിക വിനിമയം കൊണ്ടുവരുന്നതിനെക്കുറിച്ച് 11 രാജ്യങ്ങളുള്ള ബ്രിക്സ് രാജ്യങ്ങൾ സജീവമായി ഇതോടൊപ്പം തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ അമേരിക്കൻ ഡോളറിനെ ആശ്രയിച്ചാണ് ലോകത്തിൻ്റെ മൊത്തം വാണിജ്യ സാമ്പത്തിക നിലനിൽപ്പുള്ളത്. അപ്പം ഇത്തരത്തിൽ പോവുകയാണെങ്കിൽ അത് വലിയ തരത്തിൽ തിരിച്ചടിയാകും എന്നുള്ളത് ഉറപ്പാണ്. ഇതുകൂടാതെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രിക്സിൻ്റെ അടുത്ത അധ്യക്ഷ സ്ഥാനം വരാൻ പോകുന്നത് ചൈനയുടെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ പ്രസക്തി കൂടി ഇതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. ആഗോള വിപണിയിലെ പ്രതികരണം ഇത് നമ്മളെല്ലാം വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയം അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. കാരണം അമേരിക്കക്കുണ്ടായ ഈ ഒരു വലിയ നാശനഷ്ടത്തോട് ആഗോള വിപണിയിലെ ലോകക്രമം എങ്ങനെ പ്രതികരിക്കും എന്നുള്ള രീതി വലിയ തരത്തിലുള്ള ആശങ്ക ലോകത്തുള്ള മൊത്തം ആൾക്കാർക്കുണ്ട്. മാത്രമല്ല ട്രംപിനുള്ള വെല്ലുവിളി, യുദ്ധത്തിൽ വൻ നാശനഷ്ടങ്ങൾ നേരിട്ട രാജ്യമായി അമേരിക്ക മാറുന്നു. ശരിയാണ്, ഇറാനും വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അമേരിക്കക്ക് ഉണ്ടായ നാശനഷ്ടം വളരെ വലുതാണ്. കാരണം സാമ്പത്തികമായിട്ട് മാത്രമല്ല ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇത്രയും കാലം ഉണ്ടായിരുന്ന ലോക പോലീസ് എന്നുള്ള ആ ഒരു പ്രതിച്ഛായ ഇതെല്ലാം ഇല്ലാണ്ടാകുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. എന്തായാലും ലോകരാഷ്ട്രീയത്തിൽ കാര്യങ്ങളെല്ലാം കലങ്ങി മറിയുന്നു. 2 ആഴ്ച കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ച് വന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും മാസങ്ങളാറാകുമ്പോഴും ഇപ്പോഴും ഇറാന് പൂർണ്ണതോതിൽ ഒതുക്കാൻ അല്ലെങ്കിൽ പരാജയപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. മാത്രമല്ല ഇറാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് അമേരിക്കയിൽ അടുത്ത ഇലക്ഷൻ വരുന്നത് വരെ ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകും എന്നുള്ള തരത്തിൽ ഇറാൻ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. അതിനർത്ഥം വൺ തിങ് ഈസ് വെരി ക്ലിയർ, ഇനി അമേരിക്കൻ പ്രസിഡന്റ് സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന് 2 വട്ടം, ഇത് 2ാമത്തെ ടേമാണ് അദ്ദേഹത്തിന്. ഇനിയൊരു അമേരിക്കൻ പ്രസിഡന്റ് പദവിയിലോട്ട് അദ്ദേഹത്തിന് മത്സരിക്കാൻ പറ്റില്ല. അമേരിക്കൻ ഭരണഘടന പ്രകാരം അദ്ദേഹത്തിന് പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ റിപ്പബ്ലിക്കൻ പാർട്ടിക്കും ഇത് വലിയ തരത്തിൽ തിരിച്ചടിയാകും. കാരണം ഇദ്ദേഹത്തെ ഇനിയും ഒരുപാട് മുമ്പോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വലിയ തരത്തിൽ തിരിച്ചടി. കാരണം അടുത്ത ഇലക്ഷനിൽ അവർക്ക് വിജയിക്കുക എന്നുള്ളത് വെറും സ്വപ്നം മാത്രമായി മാറും. കാരണം ഇദ്ദേഹം എടുക്കുന്ന ഈ നിലപാടുകൾ ഇപ്പോൾ പറഞ്ഞതാവില്ല, ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ട്രംപ് പറയുന്നുണ്ടാവുക. ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ മണ്ടത്തരങ്ങളും അദ്ദേഹത്തിൻ്റെ പിടിപ്പുകേടും ഇന്ന് എന്ത് ചെയ്യും, നാളെ എന്ത് ചെയ്യും, ഇപ്പം നാളെ യുദ്ധത്തിന് പോകുമെന്ന് പറയുന്നു, പെട്ടെന്ന് നാളെ പുലർച്ചെ ആകുമ്പോഴേക്കും അദ്ദേഹം പറയും ഞാൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു. ഇത്തരത്തിൽ പല കാര്യങ്ങളും പല സന്ദർഭങ്ങളിൽ വിട്ടുവീഴ്ചക്ക് ഇടമില്ല. താൻ വന്നു കഴിഞ്ഞാൽ ലോകരാജ്യങ്ങൾ മൊത്തം സമാധാനത്തിൻ്റെ പറുദീസയായിരിക്കും, ലോകത്ത് മൊത്തം സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ പാറും എന്നുള്ള തരത്തിലുള്ള കൃത്യമായുള്ള ആരോപണങ്ങളും അവകാശവാദങ്ങളും മുമ്പോട്ട് വച്ചു വന്ന ട്രംപ് ഇപ്പോൾ വലിയ തരത്തിൽ പരാജയം നേരിടുന്നു എന്നുള്ളതാണ് ലോകത്തിൻ്റെ മൊത്തം സത്യാവസ്ഥ. എന്തായാലും വരും ദിവസങ്ങൾ കാത്തിരുന്ന് കാണാം ഇനി എന്തായിരിക്കും ഇറാൻ്റെ നിലപാട് എന്നുള്ളതും, അമേരിക്ക ഇനി യുദ്ധത്തിന് വല്ലാണ്ട് നീങ്ങുമോ എന്നുള്ളതും. കാരണം ഇതുവരെയുള്ളത് അനുസരിച്ച്
അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കൃത്യമായി അമേരിക്കൻ പ്രസിഡന്റിനോട് പറഞ്ഞിട്ടുണ്ട് ഇത് വലിയ തരത്തിൽ തിരിച്ചടിയാകും എന്നുള്ളതും. ഇവർക്ക് തമ്മിൽ തന്നെ വലിയ തരത്തിലുള്ള ആശയവിനിമയ വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നു. അല്ലെങ്കിൽ ഇവരുടെ ഐഡിയോളജിയിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട അഭിപ്രായത്തിൽ വ്യത്യസ്ത ഫലമുള്ള നിലപാടുകൾ വന്നിരിക്കുന്നു എന്നുള്ളതും. ട്രംപിനെ സംബന്ധിച്ചുള്ള യുദ്ധം ഇനിയും നീളണമെന്നുള്ളതും. പക്ഷേ റിപ്പബ്ലിക്കൻ പാർട്ടിയെയും അതുപോലെ തന്നെ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് അടക്കമുള്ള പറയുന്നത് JD വാൻസൺ അടക്കം പറയുന്നത് യുദ്ധം ഇനി പോയി കഴിഞ്ഞാൽ അമേരിക്കക്ക് തിരിച്ചടിയാകും. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് ഇറാനിലെ ന്യൂക്ലിയർ നശിപ്പിക്കുക എന്നുള്ളതല്ല, ലോകത്ത് എണ്ണ ചരക്ക് വ്യാപാരങ്ങൾ പൂർണ്ണമായിട്ടും എത്തുന്ന രീതിയിലോട്ട് കൊണ്ടുപോവുക എന്നുള്ള രീതിയിലോട്ട് കാര്യങ്ങളെല്ലാം എത്തുന്നു. ഇപ്പം യുദ്ധം തുടങ്ങുമ്പോൾ പറഞ്ഞ കാര്യം ഇറാൻ്റെ ആണവായുധ പദ്ധതിയെ പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം വെച്ചും കണ്ട് മുമ്പോട്ട് വന്ന ട്രംപും അദ്ദേഹത്തിൻ്റെ അനുയായികളും മാസം 6 ആകുമ്പോൾ അതിൽ നിന്നും U-ടേൺ അടിച്ചിരിക്കുന്നു, പിന്മാറിയിരിക്കുന്നു. ഇനി ഇതല്ല തങ്ങളുടെ പരിഗണന. അതായത് ഇറാൻ ഈ പറഞ്ഞ പോലെ അണുവായുധം ഉണ്ടാക്കുകയോ ഉണ്ടാക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അത് അമേരിക്കയെ ബാധിക്കുന്ന കാര്യമല്ല എന്നുള്ള രീതിയിലോട്ട് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് ട്രംപ് എന്തായാലും ഇതിൽ നിന്നും ഒഴിവാകും, അല്ലെങ്കിൽ തലയൂരാൻ ചാൻസ് ഉണ്ട്. ഇനി അവിടെ അകപ്പെടാൻ പോകുന്നത് ഇസ്രായേൽ ആയിരിക്കും. സ്വാഭാവികമായിട്ടും ഇസ്രായേൽ ഈ പറഞ്ഞ പോലെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അമേരിക്കയുടെ പിന്തുണ ഇല്ലെങ്കിൽ തങ്ങൾക്ക് ഒറ്റയ്ക്ക് രാജ്യത്തെ ആക്രമിക്കാൻ അല്ലെങ്കിൽ നേരിടാൻ സാധിക്കും എന്നുള്ള കാര്യം ഇസ്രായേൽ ഔദ്യോഗികമായി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു കഴിഞ്ഞു. കാരണം ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത് വരാനിരിക്കുന്ന ഇസ്രായേലി ഇലക്ഷൻ അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അടുത്ത പ്രധാനമന്ത്രി ആവാനുള്ള ഒരു പോരാട്ടം കൂടിയാണ്. അതുകൊണ്ട് അത് ഏത് നിലക്കും യുദ്ധം വിജയിക്കണമെന്നുണ്ടെങ്കിൽ യുദ്ധമായി മുമ്പോട്ട് കൊണ്ടുപോകണം. യുദ്ധം മുമ്പോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഉള്ളൂ അടുത്ത ഇലക്ഷൻ അദ്ദേഹത്തിന് വിജയിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇത് കൊണ്ടുപോകണം. പക്ഷേ ട്രംപിന് ഇത് മുമ്പോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ട്രംപിൻ്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാണ്ടാകും. നെതന്യാഹുവിന് ഇത് മുമ്പോട്ട് കൊണ്ടുപോയാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാക്കാൻ പറ്റുകയുള്ളൂ. എന്തായാലും വരും ദിവസങ്ങൾ കാത്തിരുന്ന് കാണാം ഇനി എന്തായിരിക്കും പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ എന്നുള്ളത്.